ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഹിക്വിഷൻ്റെ വീഡിയോ ഡോർ ഫോണാണ് നോക്കുന്നത്. ഹിക്വിഷൻ്റെ മോഡൽ 602 KIS602 എന്ന മോഡലാണ്. ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. വിൻഡോ സ്റ്റേഷൻ, അതേപോലെ തന്നെ ഡോർ സ്റ്റേഷൻസ്, 2MP ആണ് ഇതിൽ ക്യാമറ വരുന്നത്. പിന്നെ നോയിസ് ക്യാൻസലേഷനും POE ആണ്. IP ഹിക്വിഷൻ വീഡിയോ ഡോർ ഫോണാണിത്. ഇതിൽ എന്തൊക്കെയാണ് വരുന്നതെന്ന് നോക്കാം. ബോക്സിൽ ചെയ്യുമ്പം ഇതിൻ്റെ ഔട്ട്ഡോറാണ്, ഔട്ട്ഡോർ ക്യാമറ, പിന്നെ ഇതിൻ്റെ വാൾ മൗണ്ട്, പിന്നെ ഇതിൽ നമുക്ക് POE സ്വിച്ച് കിട്ടും. ഇതൊരു 4-port POE ആണ്. സിമ്പിളാണ് ഇതിൻ്റെ കോൺഫിഗറേഷൻ. നോക്കാം. ഇതിൽ RJ45 കണക്ടർ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നേരെ PAയിൽ കണക്ട് ചെയ്യണം. കണക്ട് ചെയ്തു. ഡിസ്പ്ലേ നോക്കാം. ഇത് ഓണായി വരുന്നുണ്ട്. ഇത് ഓണായി വന്നു കഴിഞ്ഞാൽ ഇതിൽ നമ്മൾ സാധാരണ ഹിക്വിഷൻ്റെ DVR ഒക്കെ ചെയ്യുന്ന പോലെ തന്നെ ഫസ്റ്റ് ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യണം. നോർമൽ ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യുക. ഞാനൊരു പാസ്വേഡ് സെറ്റ് ചെയ്തു. ഓക്കെ, പിന്നെ നോർമൽ തന്നെ ലാംഗ്വേജ് സെറ്റ് ചെയ്യുക. ഒരു റിസർവ് മെയിൽ ID കൊടുക്കുക. ഈ മെയിൽ IDയിലേക്ക് നമുക്ക് പാസ്വേഡ് റീസെറ്റ് ചെയ്യാനൊക്കെ നമുക്ക് യൂസ് ചെയ്യപ്പെടുക. പിന്നെ ഇവിടെ നമുക്ക് നെക്സ്റ്റ് ചോദിക്കുന്നത് ഓട്ടോമാറ്റിക് IP കിട്ടണം, അല്ലെങ്കിൽ ലോക്കൽ സ്റ്റാറ്റിക് IP കൊടുക്കണം. ഇത് ഡീഫോൾട്ടായിട്ട് ഇപ്പം ഇവിടെ മോഡം കണക്ട് ചെയ്യാത്തതുകൊണ്ട് ഞാനിപ്പം ഡീഫോൾട്ട് IP തന്നെയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് അടിക്കുക. അപ്പോൾ ഇത് ഡിവൈസ് ടൈപ്പ് കോൺഫിഗറേഷൻ. അപ്പോൾ ഡിവൈസ് ടൈപ്പ് ഇൻഡോർ സ്റ്റേഷനാണിത്. ഇത് ഔട്ട്ഡോറാണ്. അപ്പോൾ ഇതിൽ രജിസ്ട്രേഷൻ പാസ്വേഡ് കൊടുക്കണം. അപ്പം ഡീഫോൾട്ടായിട്ട് ഒന്നെങ്കിൽ നമുക്ക് പുതിയ പാസ്വേഡ് കൊടുക്കാം, അല്ലെങ്കിൽ ഞാൻ സെയിം തന്നെയാണ് കൊടുക്കുന്നത്. സെയിം ആസ് ദിസ് എന്ന് കൊടുക്കുക. നെക്സ്റ്റ് അടിക്കുക. ഇത് വൈഫൈ ഫെസിലിറ്റി ഉള്ള ഡിവൈസാണ് 602 എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് വൈഫൈ വേണമെങ്കിൽ കൊടുക്കാം. വൈഫൈ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓൺലൈനായിട്ട് ഇപ്പം ഹിക്കണക്ട് വഴി തന്നെ ആക്സസ് കിട്ടുന്നതാണ്. അപ്പോൾ ഇവിടെ വൈഫൈ ഞാൻ യൂസ് ചെയ്യുന്നില്ല. യൂസ് ചെയ്യാതെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നെക്സ്റ്റ് നമ്മുടെ റീജിയൻ സെലക്ട് ചെയ്യുക. ഡേറ്റ്, ടൈം, ടൈം സെറ്റ് ചെയ്തു. ഇറ്റ് 12 അവർ, അങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം. നെക്സ്റ്റ് ഹിക് കണക്ട് ഇവിടെ നമുക്ക് എനേബിൾ ചെയ്യാൻ പറ്റും. എനേബിൾ ചെയ്യുമ്പോൾ വെരിഫിക്കേഷൻ കോഡ് കൊടുക്കണം. ഞാൻ നോർമൽ 1 2 3 4 5 6 കൊടുക്കും.
ഇവിടെ നമ്മൾ ഔട്ട്ഡോർ സ്റ്റേഷൻ കാണിക്കേണ്ടതാണ്. ഞാൻ ഔട്ട്ഡോർ സ്റ്റേഷൻ ഇവിടെ കണക്ട് ചെയ്തിട്ടില്ല. ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. ഔട്ട്ഡോർ സ്റ്റേഷൻ ഞാൻ കണക്ട് ചെയ്തപ്പം ഇവിടെ ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. പക്ഷെ നമുക്കിവിടെ ഡിവൈസ് കാണുന്നില്ല. ഡിവൈസ് ഒന്ന് റീഫ്രഷ് ചെയ്ത് നോക്കാം. ഡിവൈസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഔട്ട്ഡോർ ഇത് ഇനാക്റ്റീവ് ആണ്. നമുക്ക് ആക്ടിവേറ്റ് ആക്കണം. ഇൻഡോർ സ്റ്റേഷൻ എക്സ്റ്റൻഷൻ്റെ ആവശ്യമില്ല. എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നിൽ കൂടുതൽ ഡിവൈസ് വരുമ്പോൾ അത് പാരന്റ് ഡിവൈസ് കാണിക്കുന്നുണ്ട്. രണ്ട് ഡിവൈസും പെയർ ആവാണ്. ഇത് കോൺഫിഗേർഡ് ആയി കഴിഞ്ഞാൽ ഇത് നേരെ ഓപ്പണായി വരും. ഇപ്പം നമുക്ക് ഈ ഡിവൈസിലിപ്പം വേണമെങ്കിൽ നമ്മളെ ഔട്ട് സ്റ്റേഷൻ നോക്കാം. ഔട്ട് സ്റ്റേഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഡിവൈസ് കാണാം. ഇതിപ്പോൾ നമുക്ക് ലോക്ക് ഉണ്ടെങ്കിൽ ലോക്ക് ഒഴിവാക്കാം. ലോക്ക് ചെയ്യാൻ പറ്റും. ഇത് ലോക്ക് അറ്റാച്ച് ചെയ്യാൻ പറ്റിയ ഡിവൈസസ് ആണ്. നമ്മൾ ഒരു കോൾ ചെയ്ത് നോക്കാം. കോൾ വരുന്നുണ്ടോയെന്ന്. നോർമൽ ഈ ഒരു ബട്ടൺ യൂസ് ചെയ്ത് കോൾ ചെയ്ത് ഡയറക്റ്റ് കോൾ വരും. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ കോൺഫിഗറേഷൻ. ഇനിയിപ്പം നമുക്ക് ഈ രണ്ട് ഡിവൈസസ് ഇപ്പം കോൺഫിഗർ ചെയ്തിരിക്കുന്നത് ഓട്ടോമാറ്റിക് ആയിട്ടാണ്. എന്നാൽ ഡൈനാമിക് IP വെച്ചിട്ടാണ് കോൺഫിഗർ ചെയ്തത്. നമുക്കിത് സ്റ്റാറ്റിക് IP വെച്ചിട്ടും ചെയ്യാൻ പറ്റും. ഈ രണ്ട് ഡിവൈസിന് സ്റ്റാറ്റിക് IP നമുക്ക് കൊടുക്കാൻ പറ്റും. സെയിം നെറ്റ്വർക്ക് IP കൊടുക്കണമെങ്കിൽ നോർമലി സെറ്റിങ്സ് എടുക്കുക. ഇതിൽ ഈ ഒരു മോഡ് എടുക്കുക. ഇതിൽ കോൺഫിഗറേഷൻ കൊടുക്കുമ്പോൾ എപ്പോഴും നമുക്ക് പാസ്വേഡ് ചോദിക്കും. പാസ്വേഡ് ഉണ്ടെങ്കിൽ കോൺഫിഗറേഷൻ ചെയ്യാൻ പറ്റുള്ളൂ. ഞാനൊരു പാസ്വേഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. സിമ്പിൾ പാസ്വേഡ് കൊടുത്തു. ഓക്കെ. ഇപ്പോൾ ലോഗിൻ ആയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ സൈഡിൽ കാണാം ഡിവൈസിൻ്റെ IP എന്താണ്. നമ്മുടെ ഡിവൈസിൻ്റെ മെയിൻ ഈ ഒരു ഡിസ്പ്ലേയുടെ IP വരുന്നത് 64 ആണ്. പിന്നെ പുറത്തുള്ള ഔട്ട്ഡോർ മെയിൻ ഡിവൈസിൻ്റെ IP വരുന്നത് 66 ആണ്. ഇത് നമുക്ക് ഇവിടെ തന്നെ മാനുവലി ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇത് ക്ലിക്ക് ചെയ്യുക. ഇതിൽ സെറ്റിങ്സ് എടുക്കുക. സെറ്റിങ്സിൽ നമുക്കിവിടെ നെറ്റ്വർക്ക് ഇതിൽ നമുക്ക് ഈ 66 ഉള്ള IP നമ്മുടെ ഔട്ട്ഡോർ ഡിവൈസ് മെയിൻ ഡിവൈസിൻ്റെയാണ്. ഈ ഡിവൈസിൻ്റെ IP ഇവിടെ നമുക്ക് മാനുവലി മാറ്റി കൊടുക്കാൻ പറ്റും. ഇത് ഡീഫോൾട്ടായിട്ട് ഇവിടെ മുമ്പേ സെറ്റ് ചെയ്ത IP ആണ്. ഡീഫോൾട്ട് വരുന്നതാണ്. നമുക്ക് മാനുവലി വേറെ റേഞ്ചിൽ കൊണ്ടുവരണമെങ്കിൽ ആ റേഞ്ചിലേക്ക് കൊണ്ടുവരാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ ഇനി ഇതിലെല്ലാ കോൺഫിഗറേഷനും നമുക്ക് റീസ്റ്റോർ ഉണ്ടെങ്കിൽ റീസ്റ്റോറിങ് എല്ലാ കാര്യങ്ങളും ചെയ്യുക. അതിപ്പോൾ ബാക്ക് അടിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ എപ്പോഴും പാസ്വേഡ് വെച്ചിട്ട് നമ്മൾ ലോഗിൻ ചെയ്യേണ്ടി വരും. നമുക്ക് മാനുവലി ഇനിയിപ്പം ഈ ഒരു കോൺഫിഗർ സെറ്റിങ്സിൽ നമുക്ക് അൺലിങ്ക് ചെയ്യാം, റീസ്റ്റോർ ചെയ്യാൻ പറ്റും. എല്ലാ കാര്യങ്ങളും ഇതിൽ തന്നെ ചെയ്യാൻ പറ്റും. ഈ ഒരു മോഡിലാണ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.